ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. പരമപരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധിയുടെ പ്രകാശത്തിലേക്ക് എന്നെ നയിക്കുന്നതിന് ഈ ക്ലാസ് സഹായകരമാകണമേ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അടുത്തിടെ മലയാളത്തിൽ ഇറങ്ങിയ ഭ്രമം എന്ന സിനിമ നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടു കാണും. അവസാന ഭാഗത്ത് സിനിമയിലെ നായകൻ ഇങ്ങനെ പറയുന്നുണ്ട്: എനിക്ക് ശരിയെന്ന് തോന്നിയത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് സംഗീതം ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. ഇത്രയും ഒറ്റ വാചകത്തിലേക്ക് നോക്കിയാൽ സംഗീതത്തിൻ്റെ സൗന്ദര്യം മാത്രമല്ല, പ്രകൃതിയുടെ സൗന്ദര്യം, ജീവിതത്തിൻ്റെ നർമ്മമുള്ള മുഹൂർത്തങ്ങൾ, കലയുടെ സൗന്ദര്യം, പൂവിൻ്റെ സൗന്ദര്യം, ഏതേത് സൗന്ദര്യവും ആസ്വാദ്യകരമായി തോന്നുന്നത് വിശുദ്ധമായ ഒരു മനസ്സിന് മാത്രമാണ്. വിശുദ്ധി എന്ന ഗുണത്തിന് മറ്റെല്ലാ ഗുണങ്ങളെയും കൂടുതൽ സുന്ദരവും ആസ്വാദ്യകരവുമാക്കി തീർക്കുക എന്ന ഒരു പ്രത്യേകമായ ഗുണമുണ്ട്. ഉപ്പ് പോലെയാണത്. അത് മറ്റെല്ലാ ഗുണങ്ങളെയും പ്രോജ്വലിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഗുണമാണത്. അതുകൊണ്ട് നമ്മുടെ 14-ാമത്തെ പാഠത്തിൻ്റെ പേര് തന്നെ വിശുദ്ധരാകൂ, പ്രേഷിതരാകൂ എന്നാണ്. വിശുദ്ധരാകുന്നതും പ്രേഷിതരാകുന്നതും തമ്മിൽ എന്താണ് ബന്ധം? വിശുദ്ധരാകൂ എന്നാൽ ദൈവത്തെ പോലെയാകൂ എന്ന ആഹ്വാനം തന്നെയാണ്. ആ ദൈവത്തെ പോലെ ആകുക, എന്നിട്ട് ദൈവത്തിൻ്റെ വിളി, സ്വരം ലോകത്തിൻ്റെ എല്ലാ അതിർത്തികളിലേക്കും എത്തിക്കുക എന്നത് പ്രേഷിത പ്രവർത്തന ദൗത്യമാണ്. അങ്ങനെയാണ് അത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധരായി തീരാനുള്ള വിളി ദൈവത്തെ പോലെ ആയിത്തീരാനുള്ള വിളിയും ദൈവമക്കളുടെ അടിസ്ഥാനപരമായ വിളിയും ആണ് എന്ന് നമ്മൾ കണ്ടു. കാരണം ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധനായ ദൈവം ഭൂമിയിലെ ജീവിതത്തിൻ്റെ പാപകരമായ എല്ലാ ചുറ്റുപാടിലും ജീവിക്കുന്ന മനുഷ്യനെ തൻ്റെ വിശുദ്ധിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ മുമ്പിൽ വയ്ക്കാനുള്ള വിളി. കാരണം മനുഷ്യന് പറുദീസ നഷ്ടമായപ്പോൾ നഷ്ടമായത് ജീവിതത്തിൻ്റെ യഥാർത്ഥമായ നിലനിൽക്കുന്ന സന്തോഷങ്ങളാണ്. നോക്കൂ, മനുഷ്യർക്ക് എവിടെയും എപ്പോഴും ആവശ്യം സന്തോഷമാണ്. നൈമിഷികമായ സന്തോഷങ്ങളുടെ പിന്നാലെ പായുന്ന ബുദ്ധിശൂന്യത പലപ്പോഴും മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ അതാ സംഭവിച്ചത്. ഒരു നിമിഷത്തെ ബുദ്ധിശൂന്യത, പാപകരമായ ശരീരത്തിൻ്റെ ലൗകികമായ ഭൗതികമായ സുഖങ്ങളുടെ പ്രലോഭനം മനുഷ്യനെ നൈമിഷിക സുഖങ്ങളിലേക്ക് പായാൻ പലപ്പോഴും പ്രേരിപ്പിക്കുന്നു. ആ പാച്ചിലിൽ അവന് പലപ്പോഴും നഷ്ടമാകുന്നത് വിശുദ്ധിയാണ്. വിശുദ്ധി തരുന്നത് നിലനിൽക്കുന്ന സന്തോഷമാണ്. ലൗകിക സുഖങ്ങൾ തരുന്നത് നൈമിഷികമായ സന്തോഷവും അതിനുശേഷമുള്ള നിരന്തര സന്തോഷത്തിൻ്റെ ശാശ്വതമായ നഷ്ടവുമാണ്. അതുകൊണ്ട് വിശുദ്ധിയിലേക്കുള്ള വിളി എന്നാൽ ബുദ്ധിപൂർവം, വിവേകപൂർവം ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തെയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നതിനുള്ള വിളി കൂടിയാണ്. അപ്പോൾ ഈശോ നൽകുന്ന വിളി, ദൈവം ബൈബിളിൽ ഉടനീളം മനുഷ്യന് നൽകുന്ന വിളി വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. അത് ദൈവമക്കൾക്കുള്ള വിളിയാണ്. കാരണം ദൈവം പരിശുദ്ധനാണ്. ഈ വിളിയുടെ സവിശേഷതകൾ നമുക്ക് ഏതാനും വിശുദ്ധ ഗ്രന്ഥ വചനങ്ങളിലൂടെ കാണാം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ വളരെ പ്രസിദ്ധമായ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാകുന്നു എന്ന പ്രസ്താവന. ദൈവസാന്നിധ്യം ഉള്ളയിടം പോലും പരിശുദ്ധമാണ്. ദൈവം പരിശുദ്ധനാണ്, അവിടുത്തെ സാന്നിധ്യം പോലും പരിശുദ്ധമാണ്. തീയുടെ സാന്നിധ്യമുള്ളിടത്ത്, പ്രകാശത്തിൻ്റെ സാന്നിധ്യമുള്ളിടത്ത്
അന്ധകാരത്തിന് സാധ്യതയില്ലാത്തതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളിടത്ത് അശുദ്ധികൾക്ക് സാധ്യതയില്ല, നിൽക്കാനാവില്ല. അതുകൊണ്ടാണ് മോശയോട് മുൾപ്പടർപ്പിനുള്ളിൽ നിന്നും സ്വരം വരുന്നത്, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാകുന്നു. അതുപോലെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ലേവ്യരുടെ പുസ്തകത്തിലുള്ള ആഹ്വാനം ഇതാണ്, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ്. മനുഷ്യനോട് പരിശുദ്ധരായിരിക്കാൻ ദൈവം ആവശ്യപ്പെടുന്നതിന് ഒരു കാരണമാണുള്ളത്, അത് ദൈവം പരിശുദ്ധനാണ് എന്നുള്ളതാണ്. ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണ് മനുഷ്യൻ്റെ സന്തോഷം, ദൈവത്തോട് ചേർന്നിരിക്കാനാണ് മനുഷ്യൻ്റെ വിളി. ഈ ചേർന്നിരിപ്പ് സാധ്യമാകണമെങ്കിൽ മനുഷ്യന് വിശുദ്ധിയിൽ നിലനിന്നേ പറ്റൂ. അതുകൊണ്ടാണ് വിശുദ്ധരായിരിക്കാൻ, പരിശുദ്ധരായിരിക്കാൻ ദൈവം മനുഷ്യനെ ആഹ്വാനം ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ വിശുദ്ധരായിരിക്കാനുള്ള വിളി ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള വിളി തന്നെയാണ്. ഈശോ മിശിഹായിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും എന്നാണ് കോറിന്തോസ് 1 ലേഖനവും റോമാലേഖനവും എഫെസൂസ് ലേഖനവും ഒക്കെ അതിൻ്റെ രചയിതാവ് അവതരിപ്പിക്കുന്നത് തന്നെ. എന്നുവെച്ചാൽ സഭയിലെ അംഗങ്ങൾ വിശുദ്ധരാണ്, വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. വിശുദ്ധരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരും തമ്മിൽ ഒരല്പം വ്യത്യാസമുണ്ടെന്ന് നമുക്കറിയാം. വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവർ എന്നാൽ എല്ലാ സാഹചര്യങ്ങളും വിശുദ്ധമായി തന്നെ അവശേഷിക്കുന്നവരല്ലെന്ന് വരാം. പക്ഷേ അവർക്ക് ദൈവത്തിൻ്റെ ക്ഷണം വിശുദ്ധിയിലേക്ക് കടന്നു വരുന്നത്, ആ ക്ഷണം ലഭിച്ചവരാണ്, വിശുദ്ധിയിലേക്ക് വരാവുന്നവരാണ്. അപ്പോൾ മനുഷ്യൻ പാപകരമായ ചുറ്റുപാടുകളിൽ ജീവിക്കുന്നത് കൊണ്ട് പാപത്തിൻ്റെ സ്വാധീനത്തിന് വശപ്പെടാമെങ്കിലും നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം, വിശുദ്ധിയിലേക്ക് നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം അവന് ഈ ശാശ്വതമായ ഈ ക്ഷണം നീട്ടുന്നുണ്ട്, വിശുദ്ധിയിലേക്കുള്ള വിളി. വിശുദ്ധിയുടെ ഉറവിടം അത് ദൈവമാണ്. മനുഷ്യന് വിശുദ്ധനാകണമെങ്കിൽ പരമപരിശുദ്ധനായ ത്രിത്വത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് നോക്കി അവിടെ നിന്ന് സ്വീകരിച്ച് വളരുന്നതിനെ സാധിക്കുകയുള്ളൂ. ഈ പലപ്പോഴും വളരെ പുരാതന കാലം മുതൽക്ക് തന്നെയുള്ള ഒരു സങ്കല്പമാണ്. മണ്ണിൽ നിന്നും വിണ്ണിൽ നിന്നും എടുക്കപ്പെട്ട അംശങ്ങൾ അഥവാ ലൗകികവും ആത്മീയവുമായ അംശങ്ങൾ സമന്വയിച്ചതാണ് മനുഷ്യൻ്റെ അസ്തിത്വം. മിക്കവാറും ലോകത്തിലെ എല്ലാ പുരാതന സംസ്കാരങ്ങളിലും തന്നെ നിലനിന്നിരുന്ന ഒരു ചിന്തയാണ്. ഗ്രീക്ക് തത്വചിന്ത അതിനെ കൃത്യമായി രൂപപ്പെടുത്തി. അപ്പോൾ നമുക്ക് ഈ ലൗകിക ചുറ്റുപാടുകളുണ്ട്. ലോകത്തിൽ നിന്നുള്ളവർ കൂടിയാണ് മനുഷ്യർ, പക്ഷേ അവൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. ഈ ലൗകികമായ അംശത്തെ മറികടക്കുന്ന രീതിയിൽ ദൈവവുമായുള്ള അഭേദ്യ ബന്ധമുറപ്പിക്കുന്നതിനുള്ള ക്ഷണം കൂടിയാണ് ത്രിത്വൈക ദൈവമെന്ന പരമപരിശുദ്ധിയും പരിശുദ്ധിയുടെ ഉറവിടവുമായ ദൈവത്തിൻ്റെ മനുഷ്യമക്കളോടുള്ള ആഹ്വാനം. ഈ ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് മാമോദീസായിലൂടെ ക്രിസ്ത്യാനി പങ്കുചേരുകയാണ്. മാമോദീസായിലൂടെ ഒരാൾ ക്രിസ്ത്യാനിയായി തീരുന്നു എന്നാൽ അതിൻ്റെ അർത്ഥം തന്നെ മാമോദീസായിലൂടെ വിശുദ്ധിയിലേക്ക് ഒരാൾ ചേർന്ന് നിൽക്കുന്നു എന്നാണ്. ലോകത്തിൽ മണ്ണിൽ നിന്നും പൊടിയിൽ നിന്നും എടുക്കപ്പെട്ടവരായി സ്ത്രീ പുരുഷന്മാരുടെ ഇച്ഛയിൽ നിന്നും ജനിക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ മണ്ണിനും വിണ്ണിനും അതീതമായ പരമപരിശുദ്ധമായ ആത്മീയാംശത്തിലേക്ക് ചേർക്കപ്പെടുന്നതിനുള്ള വേദിയായിട്ട് മാറുന്നതാണ് മാമോദീസ. മനുഷ്യൻ്റെ ഉള്ളിലെ ആത്മീയാംശത്തെ ഉയർത്തുന്നതിന്, ദൈവം മനുഷ്യനെ തന്നോട് ചേർക്കുന്നതിന്, തൻ്റേതാക്കി മാറ്റുന്നതിന് വേദിയാകുന്നു മാമോദീസ. അതുകൊണ്ട് മാമോദീസായിലൂടെ ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ വിശുദ്ധിയിലേക്ക് ചേരുകയാണ്. അതാണ് മാമോദീസായുടെ പ്രത്യേകത. അതുകൊണ്ട് മാമോദീസ വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. ക്രിസ്ത്യാനികളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരും വിശുദ്ധിയിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ പങ്കുചേരുന്നവരുമായി മാറുന്നു. ഇനി എന്താണ് വിശുദ്ധി? വിശുദ്ധിയുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്താണ്? വിശുദ്ധി എന്നാൽ സ്നേഹമാണ്. കാരണം ദൈവം സ്നേഹമാണ്. നമുക്ക് അറിയാം, പലപ്പോഴും ഇന്നത്തെ നമ്മുടെ ലൗകിക ജീവിത ചുറ്റുപാടുകളിൽ സ്നേഹത്തെക്കുറിച്ച് തെറ്റായ രീതിയിലുള്ള ആവിഷ്കാരങ്ങൾ ധാരാളമായി നടക്കുന്നു.
കപടമായ സ്നേഹത്തിൻ്റെ ലൗകികമായ സ്വാർത്ഥമായ ആവിഷ്കാരങ്ങൾ പലപ്പോഴും മനുഷ്യ വ്യക്തികളുടെ, പ്രത്യേകിച്ച് കുമാരന്മാരുടെ, യുവതി യുവാക്കളുടെയും വിശുദ്ധിയുടെ ഭംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് മാറുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഓർത്തിരിക്കണം, യഥാർത്ഥമായ വിശുദ്ധിയുടെ തനിമയാർന്ന രൂപമെന്നാൽ സ്നേഹമാണ്. സ്നേഹമില്ലാതെ വിശുദ്ധിയില്ല. യഥാർത്ഥ സ്നേഹം ആത്മീയമാണ്, മറ്റേയാളിനെ ഉപഭോഗ വസ്തുവായി കാണാത്തതാണ്, അപരനെ തന്നേക്കാളധികം കരുതലോടെ കാണുന്ന അംശമാണ്. അത്തരത്തിലുള്ള ഒരു സ്നേഹത്തിലാണ് യഥാർത്ഥത്തിൽ വിശുദ്ധി നിലനിൽക്കുന്നത്. വിശുദ്ധിയുടെ സ്വഭാവം സ്നേഹമാണ്. ആ സ്നേഹത്തിന്, വിശുദ്ധി എന്ന സ്നേഹത്തിന് രണ്ടാവിഷ്കാരങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അത് ദൈവസ്നേഹവും പരസ്നേഹവുമാണ്. ദൈവസ്നേഹമില്ലാതെ വിശുദ്ധമായ പരസ്നേഹം സാധ്യമല്ല. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്ത് അവിടുത്തോടുള്ള അദമ്യമായ സ്നേഹനിമിത്തം എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതാണ് ദൈവസ്നേഹം. ആ സ്നേഹത്തിൻ്റെ ഭാഗമായി സഹോദരനെ കരുതുന്നതാണ് സഹോദര സ്നേഹം. ഇത് രണ്ടും ചേർന്നിണങ്ങുമ്പോഴാണ് ജീവിതം വിശുദ്ധമാകുന്നത്. അതുകൊണ്ട് വിശുദ്ധിയുടെ സ്വഭാവം സ്നേഹമാണ്. എങ്ങനെയാണ് നമുക്ക് വിശുദ്ധിയിലേക്ക് നടക്കാൻ സാധിക്കുക? വിശുദ്ധിയിലേക്ക് നടക്കാൻ സാധിക്കുന്നതിന് ഒറ്റ വഴിയേ ഉള്ളൂ. അത് ദൈവസാന്നിധ്യ അവബോധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യൻ പാപപങ്കിലമായ ലോകത്തിൽ ജനിച്ച് ജീവിച്ച് വളർന്നു വരുന്നവനാണ്. അങ്ങനെയുള്ള മനുഷ്യന് മോശയ്ക്ക് താൻ നിൽക്കുന്ന ഇടം പോലും പരിശുദ്ധമാണെന്നറിയുന്നത് പോലെ ദൈവമുള്ളത് കൊണ്ടാണ് അവിടെ പരിശുദ്ധമായി തീരുക. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ബോധം വിശുദ്ധി പകരുന്നു. കാരണം ദൈവസാന്നിധ്യം, പരിശുദ്ധനായ ദൈവത്തിൻ്റെ, പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ മുന്നിലാണ് താൻ നിൽക്കുന്നതെന്നുള്ള അവബോധത്തിലേക്ക് മനുഷ്യനെ വളർത്തുന്നു. ആ ദൈവസാന്നിധ്യ അവബോധം ദൈവഭയം നൽകുന്നു. ദൈവഭയം എന്നാൽ മനുഷ്യനെയോ പ്രസ്ഥാനങ്ങളെയോ തോക്കിനെയോ ഭയക്കുന്നത് പോലെയല്ല, സ്നേഹത്തിൽ നിന്നുള്ള ഭയമാണ്. ഈ ദൈവഭയം നമ്മിൽ വിനയം നിറയ്ക്കുന്നു, എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നു, അതിലൂടെ എനിക്ക് അനുതാപം നൽകുന്നു. അനുതാപം യഥാർത്ഥമാകുമ്പോൾ ഞാൻ പാപത്തിൽ നിന്ന് അകലുന്നു. പാപത്തിൽ നിന്ന് അകന്നാൽ വിശുദ്ധമായ ജീവിതത്തിലെത്തുന്നതിന്, അതിൽ നിലനിൽക്കുന്നതിന് ഞാൻ ദൈവത്തെ ആശ്രയിക്കുന്നു. അപ്പോഴാണ് എനിക്ക് വിശുദ്ധി ഉണ്ടാവുക. ഇതൊരു പ്രക്രിയയാണ്. പരിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയുന്നു, അവിടുത്തെ സാന്നിധ്യത്തെ ദൈവഭയത്തിൽ അറിയുന്നു, വിനയവും അനുതാപവും ഉണ്ടാകുന്നു, പാപത്തിൽ നിന്ന് അകലുന്നു, വിശുദ്ധിയിലേക്ക് വരുന്നു, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധിയിൽ നിലനിൽക്കുന്നു. ഈ പ്രക്രിയ, ഇതാണ് വിശുദ്ധിയിലേക്കുള്ള ഏക പാത. അങ്ങനെ വിശുദ്ധിയുടെ പാതയിലേക്ക് വന്ന ഏതൊരു വ്യക്തിയിലും ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ ഗുണമാണ് കരുണ. മൂല്യങ്ങളുടെ മൂല്യം, പരമമായ മൂല്യം, സകല സംസ്കാരങ്ങളിലും ദൈവത്തിൻ്റെ ഉദാത്തമായ ഗുണം എന്നൊക്കെ പറയപ്പെടുന്ന ഗുണമാണ്, അങ്ങനെ അറിയപ്പെടുന്ന ഗുണമാണ് കരുണ. കരുണയാണ് ഈശ്വരൻ. ആ കരുണയുടെ മൂർത്തിമത് ഭാവമാണ് ഈശോ. പാപം മൂലം അങ്ങേയറ്റത്തെ അനർഹത സ്വന്തമാക്കിയ മനുഷ്യനിലേക്ക് പോലും അനവരതം നിർഗളിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ കരുണയാണ് ഈശോ. ഈശോ തന്നെ ദൈവത്തിൻ്റെ കരുണയാണ്. അതുകൊണ്ട് നമ്മിലും കരുണയുണ്ടാകട്ടെ. കരുണ ലഭിക്കാൻ കരുണയുള്ളവരായിരിക്കുവിൻ എന്ന വിശുദ്ധ ഗ്രന്ഥ ആഹ്വാനം നമുക്ക് വഴി കാണിക്കണം. കരുണ എന്നത് അർഹതയെയും നീതിയെയും അതിലംഘിക്കുന്ന സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന അങ്ങേയറ്റത്തെ കരുതലാണ്. ഈശോയുടെ ഗുണമാണ്, നമ്മിലും ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, ദൈവസാന്നിധ്യ അവബോധം നൽകി പാപപങ്കിലമായ ജീവിത സാഹചര്യങ്ങളിലും വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് എന്നെ അനുഗ്രഹിക്കണമേ.